സോ ഇതാണ് ദി മോസ്റ്റ് അവൈറ്റഡ് സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ്, അതായത് നത്തിങ് ഫോൺ 2ന്റെ അൺബോക്സിംഗ്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഇന്നലെ ഇടാനിരുന്നതാണ്, പക്ഷേ ഇന്നലെ രാവിലെയാണോ മിനിങ്ങാന്ന് രാത്രിയാണോ ഒരു മേജർ അപ്ഡേറ്റ് വന്നു. ആ അപ്ഡേറ്റിൽ പല ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഫീച്ചേഴ്സ് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്ന ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. ഐ എം ദി സോറി. എന്തുകൊണ്ടാണ് ഒരാൾ നത്തിങ്ങിൻ്റെ ഒരു ഫോൺ വാങ്ങുന്നത്? അതായത് ഇപ്പം സാംസങ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, വിവോ ഉണ്ട്, ഓപ്പോ ഉണ്ട്, ഐക്കോ ഉണ്ട്, വൺ പ്ലസ് ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഒരാൾ നത്തിങ്ങിന്റെ ഫോൺ വാങ്ങുന്നത്? ഫസ്റ്റ് റീസൺ ആണ് കാൾ പേ. തീർച്ചയായിട്ടും, കാരണം വൺ പ്ലസ് എന്ന ബ്രാൻഡിനെ വൺ പ്ലസ് ആക്കി തീർത്ത ഒരു ആളാണ് കാൾ പേ. അതായത് വൺ പ്ലസിന്റെ 7 സീരീസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, പീക്ക് ഓഫ് വൺ പ്ലസ്. സോ അങ്ങനെ ഒരാൾ വന്ന് ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. സോ കാൾ പേ സക്സസ്ഫുൾ ആവണം, അതുപോലെ തന്നെ നത്തിങ് എന്ന ബ്രാൻഡും വലിയ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, നമ്പർ 2 ആണ് യുണീക്ക് ഫാക്ടർ. ഇതിന്റെ ബാക്കിലുള്ള ഗ്ലിഫ് ലൈറ്റിംഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് പറയാൻ പറ്റും ഗിമ്മിക് ആണ്, യൂസ്ലെസ് ആണ്. ഫ്രാങ്ക്ലി എനിക്ക് ഈ ലൈറ്റിംഗ് സംഭവം അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. ചിലർക്ക് തോന്നിയേക്കാം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഗിമ്മിക് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, യൂസ്ലെസ് യൂസ്ഫുൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ദാറ്റ് മേക്സ് ദിസ് ഫോൺ യുണീക്ക്. നമുക്കത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റൂല. ഈ ഒരു ഫോണിനെ അത് യുണീക്ക് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ബാക്ക്, ട്രാൻസ്പെറന്റ് ബാക്ക്, ഓക്കെ, അത് ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി ആയി മാറിയിരിക്കുകയാണ്. പലർക്കും ആ ഒരു ഐഡന്റിറ്റിയുമായി കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. തേർഡ് റീസൺ ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഐ ആം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ പെർഫോമൻസ്. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നത്തിങ് ഫോൺ 1 ഔട്ട് ഓഫ് ദ ബോക്സ് ബഗ്സിന്റെ ഒരു കലവറയായിരുന്നു. ഇഷ്ടം പോലെ ബഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 3-4 ദിവസമായി. ഇതുവരെ ഒരൊറ്റ ബഗ് പോലും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നോട്ട് ഈവൻ എ സിംഗിൾ ബഗ്. ചെറിയ സ്റ്റട്ടേഴ്സ് അവിടെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ചെറിയൊരു ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, ചെറിയ സ്റ്റട്ടർ. അത് വളരെ മൈന്യൂട്ടാണ്, പക്ഷേ നോട്ടീസ് ചെയ്തു. എന്നാൽ ഓവറോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ദാറ്റ്സ് റിയലി അമേസിങ്. സോ വെരി ഗുഡ് വർക്ക്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ ഫോണിനെ ഓവർ പ്രൈസ്ഡ് എന്ന് പറയുന്നു? അതിന് പുറകിലും കാരണങ്ങളുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഇതാണ് നമ്മുടെ ബോക്സ്. ബോക്സിൽ നത്തിങ് ഫോൺ 2, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. അതിൻ്റെ അറ്റത്ത് ചെറിയ രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് സംഭവം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. സിം ടൂൾ ആൻഡ് ഡോക്യുമെന്റ്സ്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത് വിത്ത് നത്തിങ് OS 2. 3 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റും 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും നത്തിങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. എന്നാൽ നത്തിങ് ഫോൺ 1ൽ ആൻഡ്രോയിഡ് 13 വരാൻ കുറച്ച് സമയം എടുത്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും, എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് വന്നതെന്ന് തോന്നുന്നു. ജാനുവരിയിലാണ് വന്നത്. അവർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അപ്ഡേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിലേ. പക്ഷെ അത് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കണം. ഓക്കെ, എനിവേ 3 years plus 4 years നല്ലൊരു വാഗ്ദാനമാണ്. ലെറ്റ്സ് സീ. നത്തിങ് OS എന്ന് പറയുമ്പോൾ മോണോക്രോം ലുക്ക് ഉള്ള ഒരു UI ആണ്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മെയിൻ കളേഴ്സ്. പിന്നെ അതിൻ്റെ ഇടയിൽ റെഡ് ആക്സൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമല്ല എങ്കിൽ നത്തിങ് തന്നെ നമ്മുടെ ട്രഡീഷണൽ നോർമൽ സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കളർഫുൾ ഐക്കൺസ് ഒക്കെ, അതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഫോൺ ഫസ്റ്റ് ടൈം സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവം ഇഷ്ടമല്ല എങ്കിൽ ആ കളർഫുൾ ഓപ്ഷൻ എടുക്കാം. പക്ഷേ ഏത് ഓപ്ഷൻ എടുത്താലും നോ ആഡ്സ്, നോ ബ്ലോട്ട്വെയർസ്, നോ നോൺസെൻസ്. ഓക്കെ, വളരെ സൂപ്പർ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഈ നത്തിങ് OS 2ൽ ചില ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഫോൾഡർ കണ്ടു. സോ ഈ ഫോൾഡറിന്റെ ലേ ഔട്ട് നമുക്ക് പലതരത്തിലാക്കാൻ പറ്റും. പിന്നെ ഓരോ ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡർ കവർ ഫോട്ടോ എന്നൊക്കെ പറയാൻ പറ്റും. സോ ഡോട്ട് മാട്രിക്സ് ഇമേജസ് നമുക്ക് വേണമെങ്കിൽ കവർ ഫോട്ടോ ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഈ ക്വിക്ക് ടോഗിൾസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ സംഭവം, ഇതിനാണ് ക്വിക്ക് ടോഗിൾസ് എന്ന് വിളിക്കുന്നത്. ഈ ക്വിക്ക് ടോഗിൾസ് നമുക്ക് വേണമെങ്കിൽ ഒരു വിഡ്ജറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ വിഡ്ജറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലുള്ള ഗ്ലിഫ് പാറ്റേൺ ഉണ്ടല്ലോ, അത് ഇത്തവണ മുറിച്ച് പല കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കണ്ടു, ഈ പോർഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഊബർ, ഫോർ എക്സാമ്പിൾ, ഊബർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഏതെങ്കിലും ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് ടൈമർ 0 ആകുമ്പോൾ ഇതിങ്ങനെ കത്തും. ഈ ഗ്ലിഫ് ഇന്റർഫേസിന്റെ സെറ്റിംഗ്സിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈവൻ ഓട്ടോ ബ്രൈറ്റ്നസ്സിൽ വെക്കാൻ പറ്റും. പിന്നെ ഈ താഴത്തെ പോർഷൻ അറിയാമല്ലോ, നത്തിങ് ഫോൺ 1ൽ ഉണ്ടായിരുന്നു. ചാർജിങ് അറിയാൻ പറ്റും, എത്രമാത്രം ചാർജ് കയറിയെന്ന് അറിയാൻ പറ്റും. പുതിയ 10 റിംഗ് ടോൺസ് നത്തിങ് ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ റിംഗ് ടോൺസ് നത്തിങ് ഫോൺ 2ന് വേണ്ടിയുള്ള സ്പെസിഫിക് റിംഗ് ടോൺസ് ആണ്. സോ നിങ്ങളുടെ കയ്യിൽ നത്തിങ് ഫോൺ 1 ഉണ്ടെങ്കിൽ അവിടെ വരാനുള്ള ചാൻസസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി പിന്നീട് ഇട്ട് തരുമോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മേളിൽ നത്തിങ് ഫോൺ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. നത്തിങ് ഫോൺ 1ന്റെ റിംഗ് ടോൺ ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ചെവിയിൽ തുളച്ച് കയറുന്ന രീതിയിലുള്ള ഒരു ട്യൂണിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചും കൂടി അതിന് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ലേശം പൊടിക്ക് ബേസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. വോളിയം ഒന്നൊരു എന്താ പറയുന്ന ഒരു ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ
കൊടുത്തിരിക്കുന്ന 20 റിംഗ് ടോൺസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിംഗ് ടോൺസ് ഉണ്ടാക്കാൻ പറ്റും. നത്തിങ്ങിന്റെ കമ്പോസർ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പുതിയ റിംഗ് ടോൺസ് ക്രിയേറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്. 2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മൈനർ കംപ്ലയിൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗൂഗിൾ സെർച്ച് ബാർ ഉണ്ടല്ലോ, അതിന്റെ ലൊക്കേഷൻ മാറ്റാൻ പറ്റണം പ്ലീസ്. ഇവിടെ സ്റ്റക്കായിരിക്കുകയാണ് താഴെ. നമുക്ക് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും, ടേൺ ഓഫ് ചെയ്യാതെ മാഞ്ഞു പോകും. പക്ഷെ കണ്ടില്ലേ, നമുക്ക് നനക്കാൻ പറ്റില്ല. സോ അതിൻ്റെ ലൊക്കേഷൻ എനിക്ക് മേളിലാണ് ഇഷ്ടം. ഓക്കെ, സോ അവിടെ വെക്കാൻ പറ്റണം. സെക്കൻഡ് ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലിൻ്റെ മൊത്തം ഫീൽ കിട്ടണമെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. അതായത് ഐക്കൺസ് ഒക്കെ ആ ഒരു സെയിം ഒരു ലേ ഔട്ട് ആയിരിക്കണം. പക്ഷേ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇത്രയും ഫേമസ് ആപ്ലിക്കേഷൻ ആ ഒരു സ്കിൻ അവർ കൊടുത്തിട്ടില്ല. ട്വിറ്ററിനുണ്ട് കേട്ടോ, ട്വിറ്ററിനുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിനില്ല. വാട്സാപ്പിലൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തത്? അതിങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കും. സോ ആ ഒരു ഓവറോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്, മൊത്തം ആ ഒരു നൈസ് സെയിം ഫീൽ കിട്ടാൻ വേണ്ടി ഞാനൊരു പുതിയ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്തു. ഐക്കൺ പാക്ക് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. ഭയങ്കര ഫാസ്റ്റാണ്, ലോഡിംഗ് ഒന്നുമില്ല, ഇങ്ങനെ ഇട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ഭയങ്കര സ്പീഡിലാണ് ചേഞ്ച് ആവുന്നത്. സോ ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. പെയ്ഡാണ് കേട്ടോ, അതായത് ഫ്രീ അല്ല, പൈസ കൊടുക്കേണ്ടത്. 70 രൂപ എങ്ങാണ്ടായിരുന്നു. പക്ഷെ നല്ല ലുക്കാണ് കിട്ടുന്നത്. ഓവറോൾ ആ ഒരു വൈറ്റ്, ബ്ലാക്ക്, റെഡ് കറക്റ്റ് നത്തിങ്ങിന് വേണ്ടിയുള്ള ഒരു ഐക്കൺ പാക്ക് ആണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ ഷൗട്ട് ഔട്ട് ടു ദ ഐക്കൺ പാക്ക് ഡെവലപ്പർ. ഓക്കെ, അടിപൊളി ഐക്കൺ പാക്ക് ആണ്. നെക്സ്റ്റ് ആണ് ഡിസൈൻ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡിസൈൻ യൂണീക്ക് ഡിസൈൻ ആണ്, മറ്റൊരു ഫോണിലും വരാത്ത ഡിസൈൻ ആണ്. ഇൻഫിനിക്സിൻ്റെ ഏതൊരു ഫോൺ ഈ ഡിസൈൻ കൊണ്ട് ഇറക്കുന്നുണ്ട് അവർ. എനിവേ, അത് ലൈറ്റ് ഉണ്ടാവില്ല, ഇതിൽ ലൈറ്റ് ഉണ്ട്. വൈറ്റ് വേരിയന്റിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ എനിക്കത് വാങ്ങാനായിരുന്നു താല്പര്യം. ഓക്കെ, കാരണം ഓൾറെഡി നത്തിങ് ഫോൺ 1 ബ്ലാക്ക് വേരിയന്റ് ആണ് വാങ്ങിയത്. ഇത്തവണ ഈ ഗ്രേ വേരിയന്റ് ആണ്. സോ വൈറ്റ് വേരിയന്റ് ഡെലിവറി ഡേറ്റ് ജൂലൈ 22 ആയിരുന്നു, ഇതിന്റെ ജൂലൈ 15 ആയിരുന്നു. എനിക്ക് ആസ് സൂൺ ആസ് റീസൺ ആസ് പോസിബിൾ വേണമായിരുന്നു ഫോൺ. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രേ വേരിയന്റ് ഓർഡർ ചെയ്തു. പിന്നെ ഈ ബേസ് വേരിയന്റ് ഉണ്ടല്ലോ, 8 GB 128 GB, അതിൽ വൈറ്റ് കിട്ടുന്നില്ല. ജസ്റ്റ് കാൾ പേ തിങ്സ്. എനിക്ക് ഇതുപോലത്തെ പരിപാടികൾ ഇഷ്ടമല്ല. 2 വേരിയന്റ് ഉണ്ടെങ്കിൽ, പ്രോ നോൺ പ്രോ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെയിം ഫോൺ അല്ലേ രണ്ടും, എല്ലാ വേരിയന്റിലും എല്ലാ കളറും വേണം. ബിൽഡ് നത്തിങ് ഫോണിന് പോലെ തന്നെ ഇതിലും നല്ല ബിൽഡാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്, ചുറ്റുമുള്ള ഫ്രെയിം നല്ല സോളിഡ് ഫ്രെയിമാണ്, മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. പക്ഷേ ഇത്തവണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ബോക്സി ഡിസൈൻ, അതിൽ നിന്ന് ലേശം മാറിയിട്ട് ബോക്സി ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ബാക്കിൽ പൊടിക്ക് ഇവിടെ ഇങ്ങനെ കർവ് കൊടുത്തിട്ടുണ്ട്. പൊടിക്കല്ല, അത്യാവശ്യം കർവ് ഇവിടെ വരുന്നുണ്ട്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. പ്രൊട്ടക്ഷൻ ഏതാണ് അറിയില്ല. ഓക്കെ, ഗൊറില്ല ഗ്ലാസ് ആണെന്ന് അറിയാം, പക്ഷേ ഏത് ഗൊറില്ല ഗ്ലാസ് ആണ് അറിയില്ല. 5 ആയിരിക്കും, പക്ഷെ അതെങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. വെയിറ്റും തിക്നെസ് ഒക്കെ ഓക്കെ ആണ്. IP54 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കാൾപേ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പ്രീമിയം പ്രീമിയം പ്രീമിയം. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തു IP67 റേറ്റിംഗ് വരുമെന്ന്, പക്ഷെ അതൊന്നും വന്നിട്ടില്ല. സോ ചാറ്റിൽ മഴ വീണാലും അല്ലെങ്കിൽ വെള്ളം തെറിച്ച് വീണാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മുക്കി എടുക്കാൻ പറ്റൂല. ഓക്കെ, സോ അത് ഓർമ്മയിരിക്കട്ടെ. ഇത്തവണ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 6.55 ആയിരുന്നു തോന്നുന്നു. സോ വലിയ വ്യത്യാസമില്ല, എന്നാലും ഇത്തവണ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. LTPO പാനലാണ്. നത്തിങ് പറയുന്നതനുസരിച്ച് 1 Hz to 120 Hz ഇതിന് റിഫ്രഷ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ 10 Hz to 120 Hz ആണ് കിട്ടിയത്. 1 വരെ പോയത് ഞാൻ കണ്ടില്ല. നല്ല ഡിസ്പ്ലേ ആണ്. ഓക്കെ, നല്ല AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കളേഴ്സ് ഒക്കെ നല്ലതാണ്, നല്ലോണം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഡൈനാമിക് റിഫ്രഷ് റേറ്റ്, അതായത് ഈ ഫോൺ തീരുമാനിച്ചോളും ഏത് റിഫ്രഷ് റേറ്റ് ആണ് റിഫ്രഷ് ആവേണ്ടത്. അല്ലെങ്കിൽ സ്ട്രേറ്റ് 120 Hz വെക്കാൻ പറ്റും. എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും സ്ട്രേറ്റ് 120 Hz വെക്കുക. കുറച്ചധികം ബാറ്ററി ചിലവാകും, പക്ഷേ മിക്ക എല്ലാ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് 120 Hz കിട്ടും. സോ ട്വിറ്റർ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും പ്ലേ സ്റ്റോർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് ആ ഒരു 120 Hz സ്മൂത്ത്നെസ് കിട്ടും. നിങ്ങൾ ഡൈനാമിക് വെച്ചാൽ ചില ആപ്ലിക്കേഷനിൽ 60 Hz ഒന്നും പോകുന്നില്ല, പക്ഷേ ചില ആപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ 90 Hz പോകുന്നുണ്ട്. HDR 10+ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ HDR ഇന്റഗ്രേഷൻ ഇല്ല. പ്രീമിയം ഫോൺ എന്ന് പറയുന്നുണ്ടല്ലോ, സോ അതും കൂടെ കൊടുക്കണം. അപ്ഡേറ്റിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇത്തവണ ബ്രൈറ്റ്നസ് ഓക്കെ ആണ്, അതായത് അക്സെപ്റ്റബിൾ ബ്രൈറ്റ്നസ് ആണ്. അതിഭയങ്കരമായ ബ്രൈറ്റ്നസ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ, വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇൻഡോർ യൂസ് ആണെങ്കിലും ഔട്ട്ഡോർ യൂസ് ആണെങ്കിലും ഡിസ്പ്ലേ ഈസിലി കാണാൻ പറ്റുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി വോളിയം കുറവായിരുന്നു, പക്ഷേ ഫസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നത്തിങ് ഈ ഫോണിന്റെ സ്പീക്കർ വോളിയം കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല വോളിയം ഉണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഈ ഡയലോഗ് ഞാൻ കുറേ പറഞ്ഞു, ഇനിയും കുറേ പറയേണ്ടി വരും ഈ 8+ Gen 1 കാരണം ദിസ് ഇസ് ദ ഫ്യൂച്ചർ 870. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 870 കുറേ പെർഫോമൻസ് ബേസ്ഡ് ഫോണിൽ വരുന്നുണ്ടല്ലോ, അതേ രീതിയിൽ ഈ ഒരു ചിപ്സെറ്റും ഭാവിയിൽ ആ ഒരു സെയിം അവസ്ഥയായിരിക്കും.
AnTuTu സ്കോർ ക്ലോസ് ടു 10.5 ലാക്ക് വരെ കിട്ടുന്നുണ്ട്. ചിലർക്കൊക്കെ 11 ലാക്ക് പോലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ AnTuTu സ്കോറൊക്കെ നല്ലതാണ്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. BGM കളിച്ച് നോക്കിയിരുന്നു, കുറേ നേരം കളിച്ച് നോക്കിയിരുന്നു, അങ്ങനെ വലിയ ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആയിരുന്നു. 60 FPS ഇട്ടാണ് കളിച്ചത്, നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. സോ ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. ഇനി നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ 33 രൂപയ്ക്ക് iQOO Neo 7 Pro കിടപ്പുണ്ട്, കണ്ണടച്ച് വാങ്ങാം. ഓക്കെ, ഗെയിമിങ്ങിന് വേണ്ടി. പിന്നെ ഈവൻ ക്യാമറ ആണെങ്കിലും ആ പ്രൈസിൽ നല്ല ക്യാമറ, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ചവർ മാക്രോ, ചവർ ഡെപ്ത് ഒഴിവാക്കിയതിന് താങ്ക് യു ഉണ്ട്. അത് നത്തിങ് ഫോൺ 1 ഇല്ലായിരുന്നു, ഇവിടെ ഇല്ല. ഓക്കെ, എന്നാൽ ഒരു ടെലിഫോട്ടോ ക്യാമറ ഞാൻ പ്രതീക്ഷിച്ചു. അതിമോഹമായിരുന്നു എന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ, കാരണം പ്രീമിയം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ക്യാമറ എക്സ്പീരിയൻസ് ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് 25,000-30,000 ഫോണല്ല, 45,000 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോണാണ്. ടോപ്പ് വേരിയന്റിന്റെ പ്രൈസ് 55,000 വരെ പോകുന്നുണ്ട്. ആ പ്രൈസിൽ കുറച്ചും കൂടി നല്ല ക്യാമറ പെർഫോമൻസ് തരണം. ആക്ച്വലി പൊട്ടൻഷ്യൽ ഉണ്ട്. സോണി IMX 890 സെൻസർ വരുന്നുണ്ട്, 8+ Gen 1 ചിപ്സെറ്റ് ഉണ്ട്. സോ വേണമെങ്കിൽ നത്തിങ്ങിന് അപ്ഡേറ്റിലൂടെ ഐ തിങ്ക് നത്തിങ് ഇംപ്രൂവ് ചെയ്യും, കാരണം യൂസേഴ്സും റിവ്യൂസും പറയുന്നത് കേൾക്കുന്ന ഒരു കമ്പനിയാണ് നത്തിങ്. ക്യാമറ ബോറൊന്നുമില്ല, പക്ഷെ ഒരു നാച്ചുറൽ ഫീൽ ആണ് കിട്ടുന്നത്. പക്ഷെ ചില ഫോട്ടോസ് ഭയങ്കര ഒരു ഡള്ളായിട്ട് തോന്നും, ഒരു എടുപ്പ് കുറവാണ്. എപ്പോഴും പറയാറുണ്ട് എടുപ്പ് കുറവാണ്, വളരെ ഒരു ആവറേജ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോസ്, നോർമൽ ഫോട്ടോസ്, അൾട്രാ വൈഡും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. 4K at 30 FPS and 60 FPS രണ്ടിനുള്ള സപ്പോർട്ട് ഉണ്ട്. OIS and EIS രണ്ടും വരുന്നുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ല സ്റ്റേബിൾ വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫ്രാങ്ക്ലി 4K at 60 FPS ഉണ്ടല്ലോ, അവിടെ എനിക്ക് നല്ല ക്വാളിറ്റിയാണ് കിട്ടിയത്. അതാ കണ്ടില്ലേ, ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരാം, കണ്ടു നോക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ 4K at 60 FPS ആണ്. സോ 4K at 30 FPS ആൻഡ് 4K at 60 FPS രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഡെഡിക്കേറ്റഡ് ക്യാമറ ഇല്ലെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സോ ആംഗിൾ മാറ്റുമ്പോൾ, ബാക്കിൽ ലൈറ്റ് അല്ലെങ്കിൽ സ്കൈ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടാൻ പോകുന്നത്. സെൽഫി ക്യാമറ എക്സ്പീരിയൻസ് ആവറേജ് ആണ്. ഓക്കെ, സെൽഫി ക്യാമറയിൽ ആ ഒരു 55,000 റുപ്പീസിൻ്റെ സെൽഫി ക്യാമറ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഇവിടെ കിട്ടിയില്ല. വളരെ ആവറേജ് സെൽഫി ക്യാമറ ആയിരുന്നു. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ 2യുടെ സെൽഫി ക്യാമറ വീഡിയോ പെർഫോമൻസ് ആണ്. 4K വരുന്നില്ല, 45,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോൺ ആയ നിലയ്ക്ക് 4K റെക്കോർഡിംഗ് കൊടുക്കേണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ ഹയർ വേരിയൻ്റൊക്കെ 55-56 വരെ പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും 4K റെക്കോർഡിംഗ് കൊടുക്കേണ്ടായിരുന്നു. 4K വരുന്നില്ല. 1080p ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. 1080p 60 FPS എടുക്കാൻ പറ്റും. ഇത് 1080p 30 FPS ആണ്. ബാക്കിൽ ലൈറ്റ് വരുമ്പോഴൊക്കെ ഓക്കെ ആണ്, പക്ഷേ HDR വർക്ക് ആവുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു നമ്മുടെ സ്കൈ കൊണ്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. മൊത്തം നോക്കിയാൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നത്തിങ് ആയതുകൊണ്ട് അത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഈ പ്രൈസിൽ 5000 mAh ബാറ്ററിയാണ് വരാറുള്ളത്. ഇറ്റ്സ് ഓക്കെ, കാരണം ബാറ്ററി അത്യാവശ്യം നിൽക്കുന്നുണ്ട്. 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇത്തവണ 45 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, പക്ഷേ ഇത്തവണയും ചാർജർ വരുന്നില്ല. സോ അഡീഷണൽ PD ചാർജർ വാങ്ങിക്കേണ്ടി വരും. സോ അതിൻ്റെ പ്രൈസും കൂടെ ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇതിൻ്റെ പ്രൈസിൽ ചാർജിങ്ങിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജായി കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയത്. യെസ്, 1 hour കൊണ്ട് ഫുൾ ചാർജായി കിട്ടും. സോ നിങ്ങൾക്കത് സ്ലോ ആണെങ്കിൽ സ്ലോ ആയിട്ട് തോന്നും. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. ദാറ്റ് ഇസ് വെരി നൈസ്. നത്തിങ് ഫോൺ 1 ഉണ്ടായിരുന്നു, ഇവിടെയും വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് TWS മറ്റ് ഫോൺസൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, അത്യാവശ്യം ഫാസ്റ്റ് ആണ്, എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ. എന്നാൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. ഫോർ എക്സാമ്പിൾ, ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നുമില്ല, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, ഈവൻ ക്യാമറ UIയിലും കൊടുത്തിട്ടില്ല. അതെനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. നോർമലി ഏത് ഫോൺ ആണെങ്കിലും ക്യാമറ UIയിൽ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും, ഇവിടെ കിട്ടുന്നില്ല. പിന്നെ NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. 19 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജിയോ എയർടെൽ രണ്ടും വർക്ക് ആവുന്നുണ്ട്. നല്ല 5G സ്പീഡ് കിട്ടുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഓക്കെ, 8GB 128GB പ്രൈസ് ആണ് 44,999 രൂപ. 12GB 256GB പ്രൈസ് ആണ് 49,999 രൂപ. 12GB 512GB വേരിയന്റ് ഉണ്ട്, അതിന്റെ പ്രൈസ് ആണ് 54,999 രൂപ. സോ ടോപ്പ് വേരിയന്റ് പ്രൈസ് 55,000 രൂപയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിനെ ഓവർ പ്രൈസ് എന്ന് വിളിക്കുന്നത്? ഫസ്റ്റ് ആണ് ക്യാമറ പെർഫോമൻസ്. പ്രീമിയം ഫോണാണ് തീർച്ചയായിട്ടും. സോ പ്രീമിയം ക്യാമറ എക്സ്പീരിയൻസും ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഇനി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ, പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയിരുന്നു. സോ ക്യാമറ പെർഫോമൻസ് അത്രയും ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ക്യാമറ പെർഫോമൻസ് ആണ്. സെക്കൻഡ് റീസൺ ആണ് 8GB 128GB. ആര് എന്ത് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു കൊടുക്കൂല. ഓക്കെ, സോ
35,000 മേളിൽ ഒരു ഫോൺ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് 256 GB കൊടുത്തിരിക്കണം. തേർഡ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫോർ എക്സാമ്പിൾ സാംസങ്, ഓപ്പോ, വിവോ പോലുള്ള കമ്പനികൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രീമിയം ഈടാക്കുന്നത്? അതായത് തീർച്ചയായിട്ടും അവരുടെ ഫോൺസ് ഓവർ പ്രൈസ്ഡ് ആണ്. അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണത് വേറൊരു കാര്യം. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ഇത് ഈടാക്കാൻ പറ്റുന്നു? എന്തുകൊണ്ട് വീണ്ടും ആൾക്കാർ അത് അവർക്കറിയാം ഓവർ പ്രൈസ്ഡ് ആണ്, എന്നിട്ടും പോയി വാങ്ങുന്നുണ്ട്? കാരണം അതിനുള്ള കാരണമാണ് ഈ കമ്പനികളുടെ നെറ്റ്വർക്ക്. സോ അവരുടെ ഷോപ്സ് ആണെങ്കിലും സർവീസ് സെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലായിടത്തും ഉണ്ട്. അതായത് എവിടെ തിരിഞ്ഞാലും അവിടെ ഓപ്പോ, വിവോയുടെ കടയും സർവീസ് സെൻ്ററൊക്കെയാണ് ഇവിടെ. സോ നത്തിങ് ഇപ്പോഴും ആ ലെവലിൽ എത്തിയിട്ടില്ല. ഇനിയും സമയമെടുക്കും അത്രയും വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഞാൻ പറഞ്ഞില്ലേ, സോ നിങ്ങൾക്ക് ഈ ക്യാമറ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വലിയ ക്യാമറ പെർഫോമൻസ് ഒന്നും വേണ്ട, നിങ്ങളുടെ മെയിൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പിന്നെ നത്തിങ്ങും ലൈറ്റും ഈ ഡിസൈനൊക്കെ ആണെങ്കിൽ ഗോ ഹെഡ്, നോ പ്രോബ്ലം. കാരണം അടിപൊളി ഫോണാണ്, നല്ല ഫോണാണ്, അതിലൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ സജഷൻ ആയിരിക്കും ഓഫർ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓഫർ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ 40,000 താഴെ വരുമ്പോൾ വാങ്ങിച്ചോളൂ. നിങ്ങൾ ഇനിയും ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ഫോൺ നല്ലോണം ഉപയോഗിച്ചിട്ട് എൻ്റെ ഫൈനൽ റിവ്യൂ ഷെയർ ചെയ്യാം. അവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ നത്തിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.